ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ 14ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം ഗ്രാമറാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസവും 9 മണിക്കാണ് ക്വസ്റ്റ്യൻ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കാനും എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ശ്രമിക്കുക. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലിംഗമാണ്, അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നോൺ ഗ്രാമറും ഗ്രാമർ ഭാഗത്തിലെയും ഏറ്റവും കൂടുതൽ വരാറുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി പഠിച്ചിട്ട് പോകാം. ലിംഗം. പദങ്ങൾ കുറിക്കുന്ന അർത്ഥം ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ നപുംസകമാണോ എന്ന ബോധം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് ലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങൾ കുറിക്കുന്ന അർത്ഥം അതിപ്പോൾ ആണാണോ അതേപോലെ തന്നെ പെണ്ണാണോ അല്ലെങ്കിൽ നപുംസകമാണോ എന്ന ഒരു ബോധം നമുക്ക് നൽകുന്നതിനുള്ള ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിംഗം എന്ന് പറയുന്നത്. നമുക്കറിയാം പുല്ലിംഗം, അതേപോലെ തന്നെ സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ നാമപദങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമപദങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. 1 പുല്ലിംഗം, 2 സ്ത്രീലിംഗം, 3ാമത്തെയാണ് നപുംസകലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ പദങ്ങൾ കുറിക്കുന്ന അർത്ഥം അത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ നപുംസകമാണോ എന്ന ബോധം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ലിംഗം എന്ന് പറയുന്നത്. നാമപദങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. ഇനി നമുക്ക് പുല്ലിംഗം നമുക്ക് നോക്കാം. പുരുഷജാതിയെ കുറിക്കുന്ന നാമമാണ് പുല്ലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, പുരുഷജാതിയെ കുറിക്കുന്ന നാമമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പുല്ലിംഗം എന്ന് വിളിക്കുന്നത്. പുല്ലിംഗത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് അൻ എന്ന് പറയുന്ന പ്രത്യയമാണ്. ഓക്കെ, അപ്പോൾ പുല്ലിംഗത്തിൻ്റെ പ്രത്യയം എന്താണെന്ന് ചോദിച്ചാൽ അത് അൻ എന്ന് പറയുന്ന പ്രത്യയത്തിലാണ് എന്ത് പുല്ലിംഗം തുടങ്ങുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. മിടുക്ക്, മിടുക്കിൻ്റെ പുല്ലിംഗമാണ് എന്തെന്ന് പറയുന്നത്, മിടുക്കൻ. നമ്മൾ പറഞ്ഞു അൻ എന്ന് പറയുന്ന പ്രത്യയമാണ് എന്ത് ചെയ്യുന്നത്, പുല്ലിംഗത്തിൽ വരുന്നത്. അപ്പോൾ അവസാനം നോക്കിയ മിടുക്കൻ, അപ്പോൾ അവസാനം വരുന്നത് എന്താണ്, അൻ എന്ന് പറയുന്ന പ്രത്യയമാണ്. അടുത്തത് കള്ളം, കള്ളൻ. കറുത്ത, കറുത്തവൻ. വലിയ, വലിയവൻ. ചാടുന്ന, ചാടുന്നവൻ. ഓക്കെ, ഇവിടെ അൻ ചേർത്ത് പുല്ലിംഗ രൂപം നിർമ്മിച്ചിരിക്കുന്നു. ഈ പ്രത്യയം ചേർക്കാതെയും നമുക്ക് പുല്ലിംഗ രൂപങ്ങൾ ഉണ്ട്. അതിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്, ഭർത്താവ്, അതേപോലെ തന്നെ രാജാവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അൻ എന്ന് പറയുന്ന പ്രത്യയമില്ല, പക്ഷേ ഇത് എന്ത് തന്നെയാണ്, പുല്ലിംഗ രൂപങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ് പുല്ലിംഗത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്, അൻ എന്ന് പറയുന്ന പ്രത്യയമാണ്. അൻ ചേർത്താണ് നമുക്ക് പുല്ലിംഗ പ്രത്യയം ഉണ്ടാക്കുന്നത്. ഇനി അൻ ചേർക്കാത്ത പുല്ലിംഗ രൂപങ്ങളുമുണ്ട്. അതിന് ഉദാഹരണമാണ് ഭർത്താവും രാജാവും. ഓക്കെ, നമുക്കിനി സ്ത്രീലിംഗം, അതായത് സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ എന്താണ്, സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം. ഇതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന പ്രത്യയമാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം. ഇതിൻ്റെ പ്രത്യയമാണ് ഈ എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. കള്ളം, കള്ളി. സുന്ദരം, സുന്ദരി. കേമം, കേമി. നോക്കിയേ, എല്ലാത്തിൻ്റെയും പ്രത്യയം എന്ന് പറയുന്നത് ഈ അല്ലേ. കള്ളം, കള്ളി. സുന്ദരം, സുന്ദരി. കേമം, കേമി. ഇനി ചില രൂപങ്ങളിൽ അൾ, ആ എന്നിവയുമുണ്ട്. ഉദാഹരണം നമുക്ക് നോക്കാം. വെളുത്ത, വെളുത്തവൾ. അൾ കണ്ടില്ലേ, അൾ എന്ന പ്രത്യയം വന്നു. ഇനി ചെറിയ, ചെറിയവൾ. അടുത്തത് സാമർഥ്യം, സാമർത്ഥ. അപ്പോൾ നോക്കിയേ, അള്ളും ആയും എന്താണ് ചില രൂപങ്ങളിൽ സ്ത്രീലിംഗത്തിൻ്റെ എന്താണ് പ്രത്യയമായിട്ട് വരാറുണ്ട്. ഇനി ഈ പറയുന്ന അൾ എന്ന പ്രത്യയമില്ലാത്തവയും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ
ഭാര്യ, അമ്മ എന്ന് പറയുന്നതും എന്താണ്? സ്ത്രീലിംഗമാണ്. പക്ഷേ അവയുടെ പ്രത്യയം എന്ന് പറയുന്നത് അൾ, ആ എന്നത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നപുംസകലിംഗം എന്താണെന്നുള്ളത് നോക്കാം. സ്ത്രീ പുരുഷ ഭേദമല്ലാത്ത നാമമാണ് നപുംസകലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത നാമമാണ് നപുംസകലിംഗം. ഉദാഹരണം: നദി, കല്ല്, തീ, തടി. ഇതൊക്കെ എന്താ? സ്ത്രീയുമല്ല പുരുഷനുമല്ല. അപ്പോൾ സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്ത ആ ഒരു നാമത്തെയാണ് നമ്മൾ നപുംസകലിംഗം എന്ന് പറയുന്നത്. ലിംഗശബ്ദമുണ്ടാക്കുന്നതിന് ചില പ്രത്യേകതകൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ആകാരത്തിൽ അവസാനിക്കുന്ന നാമരൂപങ്ങളോട് അൻ, ഈ, അം എന്നീ പ്രത്യയങ്ങൾ ചേർത്തതും പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ലിംഗശബ്ദമുണ്ടാക്കുന്നതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ആ കാര്യത്തിൽ അവസാനിക്കുന്ന നാമരൂപങ്ങളോട് അൻ, ഈ, അം എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകൾ ഉണ്ടാക്കുന്നു. നമുക്ക് ശബ്ദം നോക്കാം. കേമ എന്ന് പറയുന്ന ശബ്ദം, അത് നമ്മൾ പുല്ലിംഗത്തിൽ കേമൻ, കേമൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അൻ ചേർത്തു. ഇനി അത് സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോഴോ കേമി, കേമി, ഈ എന്ന പ്രത്യയം ചേർത്തു. ഇനി അത് നപുംസകലിംഗത്തിലേക്ക് വരുമ്പോഴോ കേമം, അം, അം എന്ന പ്രത്യയം ചേർത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താക്കി മാറ്റാം? ഒരു ശബ്ദത്തെ പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗവുമാക്കി മാറ്റാനായിട്ട് സാധിക്കും. സുന്ദര, സുന്ദരൻ, സുന്ദരി, സുന്ദരം. നോക്കിയേ, സുന്ദരൻ, അൻ വന്നു. രണ്ടാമത്തെ സ്ത്രീലിംഗത്തിലേക്ക് മാറ്റിയപ്പോൾ നോക്കിയേ, സുന്ദരി, ഈ വന്നു. ഇനി അടുത്ത് നോക്കിയേ, നപുംസകലിംഗമാകുമ്പോൾ സുന്ദരം, അം വന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, കള്ള, കള്ളൻ, അൻ വന്നു. അടുത്ത സ്ത്രീലിംഗം കള്ളി, ഈ വന്നു. അടുത്ത് നോക്കിയേ, കള്ളം, അം വന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ മാറ്റാം? അതായത് ഈ പറയുന്ന നാമരൂപങ്ങളോട് എന്ത് ചെയ്യാം? നമുക്ക് ഈയും അതേപോലെ തന്നെ അന്നും അമ്മും ചേർത്ത് കഴിഞ്ഞാൽ അത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗമായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണ്? ആകാരത്തിൽ അവസാനിക്കണം. കേമൻ, ആൻ. ഓക്കെ, ഇനി നമുക്ക് സുന്ദര എന്ന് പറയുന്നല്ലേ ആകാരത്തിൽ വരുന്നവയുടെ കൂടെ അത് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗവും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൻ, ഈ, അം ചേർക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചു വച്ചോ, ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ശബ്ദം സർവനാമമാണെങ്കിൽ അൻ, അൾ, ത് പ്രത്യയങ്ങൾ ചേർത്ത് ലിംഗവ്യത്യാസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ശബ്ദം സർവനാമമാണെങ്കിൽ അൻ, അൾ, ത് പ്രത്യയങ്ങൾ ചേർത്ത് ലിംഗവ്യത്യാസം ഉണ്ടാക്കാം. ഉദാഹരണം: അവൻ, അതേപോലെ അവൾ, അത്, ഇവൻ, ഇവൾ, ഇത്. ലിംഗഭേദത്തിനുള്ള മാർഗങ്ങളാണ്. സ്ത്രീലിംഗത്തിന് പുല്ലിംഗത്തിനും വേറെ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം. ആങ്ങള, പെങ്ങൾ, പൂവൻ, പിട, കൊമ്പൻ, പിടി, ഭർത്താവ്, ഭാര്യ. ചിലതിനോട് ആൺപെൺ ശബ്ദം ചേർത്തും എന്ത് ചെയ്യാം? ലിംഗം നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ചില ശബ്ദങ്ങളുടെ കൂടെ എന്ത് ആണെന്നും പെണ്ണെന്നും ചേർത്ത് കഴിഞ്ഞാൽ അവ സ്ത്രീലിംഗവും പുല്ലിംഗവുമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. നോക്കിയേ, ആൺമയിൽ, ആൺമയിൽ. അടുത്ത് നോക്കിയേ, പെൺമയിൽ, ആൺമയിൽ, പെൺമയിൽ, ആൺകടുവ, പെൺകടുവ, ആൺകടുവ, പെൺകടുവ. ഇനി നമുക്ക് ജാതി, തൊഴിൽ ശബ്ദത്തിൽ അൻ, ആൻ എന്നിവ പുല്ലിംഗത്തിലും തീ, തീ, ചി, ടി എന്നിവ സ്ത്രീലിംഗത്തിലും ചേർത്ത് കാണുന്നു. അങ്ങനെയും നമുക്ക് പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ജാതി, തൊഴിൽ ശബ്ദത്തിൽ അൻ, ആൻ എന്നിവ പുല്ലിംഗത്തിലും തീ, അത്തി, ചി, ടി എന്നിവ സ്ത്രീലിംഗത്തിലും ചേർന്ന് കാണുന്നു. ഉദാഹരണം നോക്കിയേ, തട്ടാൻ എന്ന് പറയുന്നതാണ് പുല്ലിംഗം. സ്ത്രീലിംഗം നോക്കിയേ, തട്ടാത്തി, തട്ടാൻ, തട്ടാത്തി. അടുത്തത് വേടൻ, വേടത്തി, വേടൻ, വേടത്തി. അടുത്ത് നോക്കിയേ, കുറുവൻ, കുറുത്തി, കുറുവൻ, കുറത്തി, കുറുവൻ, കുറത്തി. പറയാൻ, പറച്ചി, പറയൻ, പറച്ചി. പറയാനല്ല, പറയൻ, പറച്ചി എന്നാണ്. ഓക്കെ, പറയൻ,
പറച്ചി. ഓക്കെ, അപ്പോൾ എന്താണ് ജാതി തൊഴിൽ ശബ്ദത്തിൽ അൻ, ആൻ എന്നിവ പുല്ലിംഗത്തിലും അതേപോലെ തന്നെ ഇത്തി, അത്തി, ഇച്ചി, ഇട്ടി എന്നിവ സ്ത്രീലിംഗത്തിലും ചേർന്ന് കാണുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം? പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാക്കാം. തട്ടാൻ, തട്ടാൻ അൻ വന്നു. ഓക്കെ, വേടൻ, കുറുവൻ, പറയൻ. തട്ടാത്തി, വേടത്തി, കുറത്തി, പറച്ചി. ഓക്കെ, ഇനി നമുക്ക് പുല്ലിംഗ പദങ്ങൾ യാ, ഇൽ അവസാനിക്കുമ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം ഇച്ചി ചേർത്ത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ യൻ എന്നും അല്ലെങ്കിൽ യാ എന്നും എൽ എന്നും എന്താണ് അവസാനിക്കുമ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം ഇച്ചി ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. മുന്നിലെ വർണ്ണം താലവ്യമായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ വിശേഷണം ചേർന്ന രൂപങ്ങളിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മുന്നിലെ വർണ്ണം താലവ്യമായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ വിശേഷണം ചേർന്ന രൂപങ്ങളിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ഉദാഹരണം, കൊതിയൻ, കൊതിച്ചി, കൊതിയൻ, കൊതിച്ചി. അതേപോലെ തടിയൻ, തടിച്ചി, തടിയൻ, തടിച്ചി. മടിയൻ, മടിച്ചി, മടിയൻ, മടിച്ചി. കാരൻ എന്ന അവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഈ എന്നോ ഇത്തി എന്നോ ആകും. അപ്പോൾ കാരൻ എന്ന് അവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഈ എന്നോ അതേപോലെ തന്നെ ഇത്തി എന്നോ ആകും. ഈ എന്നോ ഇത്തി എന്നോ ആകും. ഉദാഹരണം, ജോലിക്കാരൻ, ജോലിക്കാരിത്തി. പണക്കാരൻ, പണക്കാരിത്തി. കച്ചവടക്കാരൻ, കച്ചവടക്കാരി. വീട്ടുകാരൻ, വീട്ടുകാരി. ഓക്കെ, അപ്പോൾ ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജോലിക്കാരൻ, ജോലിക്കാരിത്തി. പണക്കാരൻ, പണക്കാരത്തി. കച്ചവടക്കാരൻ, കച്ചവടക്കാരി. വീട്ടുകാരൻ, വീട്ടുകാരി. സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിച്ച നാമപദങ്ങൾ സംസ്കൃത ഭാഷ നിയമമനുസരിച്ചാണ് ലിംഗഭേദം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിച്ച നാമപദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സംസ്കൃത ഭാഷാ നിയമം അനുസരിച്ച് തന്നെയാണ് ലിംഗഭേദം നൽകിയിരിക്കുന്നതും. നോക്കിയേ, ദേവൻ എന്ന് പറയുന്നതാണ് പുല്ലിംഗം. സ്ത്രീലിംഗോ ദേവി, ദേവൻ, ദേവി. പ്രിയൻ, പ്രിയ, പ്രിയൻ, പ്രിയ. കവി, കവയത്രി, കവി, കവയത്രി. നേതാവ്, നേത്രി, നേതാവ്, നേത്രി. സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങളെയാണ് എതിർലിംഗ പദങ്ങൾ എന്നും പറയുന്നത്. ചില എതിർലിംഗ പദങ്ങൾ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങൾ എതിർലിംഗങ്ങളായിട്ട് ഓപ്പോസിറ്റായിട്ടും ചോദിക്കാറുണ്ട്. എപ്പോഴും നമുക്ക് തെറ്റു വരുന്നൊരു സംഭവം കൂടിയാണ്. നമുക്ക് നോക്കാം. തപസ്സി, തപസ്വിനി, തപസ്സി, തപസ്വിനി. തമ്പി, തങ്കച്ചി. നമ്പ്യാർ, നങ്ങ്യാർ. നായകൻ, നായിക. പൂജാരി, പൂജാരിണി. നമ്പൂതിരി, അന്തർജനം. ഗായകൻ, ഗായിക. ഒന്നുകൂടി പറയാം. തപസ്സി, തപസ്സിനി. തമ്പി, തങ്കച്ചി. നമ്പ്യാർ, നങ്ങ്യാർ. നായകൻ, നായിക. പൂജാരി, പൂജാരിണി. നമ്പൂതിരി, അന്തർജനം. ഗായകൻ, ഗായിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത്, അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഈ മൂന്നെണ്ണവും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാമെന്നുള്ളതും അത് ഏതൊക്കെയാണെന്നുള്ളതുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് എതിർലിംഗമാണ്. മൂപ്പൻ എന്ന് പറയുന്നതിൻ്റെ എതിർലിംഗം എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂപ്പൻ എന്നതിൻ്റെ എതിർലിംഗം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ശൈലികളാണ്. ആചാരം തീർക്കുക എന്ന ശൈലി എന്താണെന്ന് ചോദിച്ചാൽ ബന്ധം അവസാനിക്കുക. ഓക്കെ, അപ്പോൾ ആചാരം തീർക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ബന്ധം അവസാനിക്കുക.
ഇനി അരണബുദ്ധി, നമ്മളെപ്പോഴും പറയാറുള്ളൊരു സംഭവമാണ് നീ ഒരു അരണബുദ്ധിയാണ് എന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ്, പെട്ടെന്ന് മറക്കുന്ന സ്വഭാവമുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അരണബുദ്ധി എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് മറന്നുപോകും ഈ പറയുന്ന ആളുകൾ. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ആ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അയാളെ കാണുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവരത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അരണബുദ്ധിക്കാരെന്ന് പറയുന്നത്. അടുത്തത് അരങ്ങുതളിക്കൽ. അരങ്ങുതളിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രംഗസൂചന എന്നതാണ് അതിൻ്റെ അർത്ഥം. അരങ്ങുതളിക്കൽ, രംഗസൂചന. അരക്കച്ച മുറുക്കുക, നമ്മൾ പറയാറില്ലേ അരക്കച്ച മുറുക്കി നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റായിട്ട് നിൽക്കുകയെന്ന്. എന്താ, തയ്യാറാവുക. അപ്പോൾ നമ്മളെന്താണ് LDC 2024 വേണ്ടി അരക്കച്ച മുറുക്കി നിൽക്കുകയാണ്, തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. എന്തു വന്നാലും നമ്മൾ എന്ത് ചെയ്യും, നേരിടും. അരക്കൈ നോക്കുക. അരക്കൈ നോക്കുക എന്നതിൻ്റെ ശരിയായ ശൈലിയുടെ അർത്ഥമാണ് മത്സരിച്ചു നോക്കുക. അരക്കൈ നോക്കുക, മത്സരിച്ചു നോക്കുക. അരയും തലയും മുറുക്കുക, തയ്യാറാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അരയും തലയും മുറുക്കുക, തയ്യാറാവുക. അയ്യരുകളി. അയ്യരുകളി, ഇവരൊക്കെ അയ്യരുകളിയാണ് ഇവർക്കൊക്കെ, അല്ലാതെ ഇവർ പഠിക്കാൻ വേണ്ടി നടക്കുന്നതല്ല. അയ്യരുകളി കളിച്ച് നടക്കുക എന്നൊക്കെ പറയും. അതെന്താ, നേരം പോക്കിന് നടക്കുന്ന ആൾക്കാരെയാണ് അയ്യര് കളിക്കുക എന്ന് പറയുന്നത്. അയഞ്ഞ കമ്പിളി, അഭിപ്രായ സ്ഥിരതയില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അയഞ്ഞ കമ്പിളി. ഓക്കെ, അവൻ്റെയൊക്കെ വാക്കെന്ന് പറയുന്നത് എന്താണ്, ഒരയഞ്ഞ കമ്പിളിയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കിനൊരു വ്യവസ്ഥയില്ല. അഭിപ്രായ സ്ഥിരതയില്ലാതെ രണ്ട് വശത്തും സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഈ അയഞ്ഞ കമ്പിളി എന്ന് പറയുന്നത്. അടുക്കള കാണുക, ഉള്ളുകള്ളി അറിയുക. ഉള്ളുകള്ളി അറിയുക എന്നതാണ് എന്ത്, അടുക്കള കാണുക. ഇത്തിൽ പിടിക്കുക, അതായത് നാശഹേതു ബാധിക്കുക. നമ്മൾ ഒരു ഇത്തിൽ എന്ന് പറയുന്നത് ഒരു പരാത സസ്യമാണ്. അതെന്താണ്, ഒരു മരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ആ മരം നശിക്കും. കാരണം അത് കയറി മറിഞ്ഞ അവസാനം എന്ത് ചെയ്യും, അതിലെ സത്തൊക്കെ ഈ പറയുന്ന പരാത സസ്യം വലിച്ചെടുത്ത് അയാൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, മാതൃസസ്യം എന്നേക്കുമായിട്ട് നശിക്കപ്പെടും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇത്തിൽ പിടിക്കുക. ഇടിവെട്ടിയ മരം പോലെ, അതാണ് എന്ത്, സ്തംഭിച്ച അവസ്ഥയ്ക്കാണ് പറയുന്നത് ഇടിവെട്ടിയ മരം പോലെ. നമ്മൾ പറയാറില്ലേ, അവനൊക്കെ ഇടിവെട്ടിയ മരം പോലെയാവും നിൽക്കുന്നത്. എന്താ, സ്തംഭിച്ച് നിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇടിവെട്ടിയ മരം പോലെ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത്. ഇടികേട്ട മയിൽ. ഓക്കെ, ഇടികേട്ട മയിൽ എന്ന് ചോദിച്ചാൽ സന്തുഷ്ടനാണ് ഇടികേട്ട മയിൽ. നമുക്കറിയാം ഈ മയിലുകളൊക്കെ എന്താണ്, ഇടിവെട്ടി ചെറുതായിട്ട് മഴക്കാറൊക്കെ വച്ച് എന്താണ്, ചെറിയ മഴ തുടങ്ങുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഭയങ്കരമായിട്ട് മയിലുകൾ എന്ത് ചെയ്യുന്നത്, സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇടികേട്ട മയിൽ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടൻ എന്നാണ് അർത്ഥം. ഭയങ്കര സന്തോഷം, ആഹ്ലാദമാണ് ആ സമയത്ത് മയിലുകൾക്ക്. ആലിന്മേൽ കയറുക, വെറുതെ പ്രയത്നിക്കുക എന്നതാണ് ആലിന്മേൽ കയറുക എന്നതിൻ്റെ അർത്ഥം. ആശാന് പിഴച്ചാൽ ഏത്തമില്ല. അതായത് നമുക്കറിയാം ആശാൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും വലിയ ആളായിരിക്കും. അപ്പോൾ എന്താണ്, ആശാന് എന്തും എന്താണ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആശാൻ എന്താണ്, പിഴച്ചു കഴിഞ്ഞാൽ അതിന് ഏത്തമില്ല. അതായത് പ്രമാണിമാരായ ആളുകൾ എന്ത് കുറ്റം ചെയ്താലും അത് ചോദിക്കാനായിട്ട് നമുക്ക് എന്തില്ല, വോയിസ് ഇല്ല. അതായത് നമുക്ക് ചോദിക്കാനുള്ള എന്താണ്, പറയാനുള്ള ഒരു വോയിസ് നമുക്കവിടെ ഇല്ല. ആരും എന്ത് ചെയ്തില്ല, ചോദ്യം ചോദിക്കില്ല പ്രമാണിമാരെന്തെങ്കിലും കുറ്റം ചെയ്താൽ. അതിനാണ് ആശാന് പിഴച്ചാൽ ഏത്തമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ്, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, അതേപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ശൈലികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോവുക. ടെലഗ്രാമിൽ ഇതിൻ്റെ ലിങ്ക്, അതായത് നിലവിൽ ലിങ്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ഇതിക്ക് മുന്നേ കാണാത്തവരാരെങ്കിലും ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ വീഡിയോസിൻ്റെ ലിങ്ക് അതിൻ്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഡേ 14 ഇംഗ്ലീഷിൻ്റെ നോട്ട് കൂടിയും ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ 2 നോട്ടും നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോട്ട്സ് കഴിഞ്ഞ ദിവസം ഇടാതിരുന്നത് ഇതിൻ്റെ ബാക്കി ഗ്രാമർ പോർഷൻ കൂടി തീർക്കാൻ പറ്റാത്തത് കൊണ്ട്, സൗണ്ടിന് അതായത് മൈക്കിന് സൗണ്ട് ഇല്ലാതെ പോയതുകൊണ്ടാണ് അങ്ങനെ വന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി ഞാൻ ഒരുമിച്ചിട്ടേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട് എല്ലാവരും എഴുതിയെടുക്കുകയോ വായിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ നിലവിൽ മൊബൈലിൽ അത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ടെലഗ്രാമിൽ അത് എപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും ഫയൽസിൽ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് പറഞ്ഞു, അതായത് അവർക്ക് ഓപ്പൺ ആകുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പ്ലേ സ്റ്റോറിൽ WPS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ് കറക്റ്റായിട്ട് കാണുക. 9 മണിക്കുള്ള ക്വസ്റ്റ്യൻ ബോളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.